നമസ്കാരം. ദുരുദ്ദേശം സംശയിച്ച് ഹൈക്കോടതി റദ്ദാക്കിയ നവകേരള സർവേ ലക്ഷ്യം വെച്ചത് തുടർഭരണം തേടിയുള്ള പ്രചാരണം തന്നെ. ജില്ലാതല നിർവാഹക സമിതി അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്തായി. എന്തുകൊണ്ട് തുടർഭരണം വരണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് മുഖ്യമന്ത്രി വോളണ്ടിയർമാരോട് ആവശ്യപ്പെടുന്നത്. പ്രകോപിതരാകാതെ ശാന്തരായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട്. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനാണ് നവകേരള സർവേ എന്നായിരുന്നു സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി പുറത്തു വരുമ്പോൾ ഖജനാവിലെ പണം ചെലവിട്ട് ചുളുവിൽ ഇലക്ഷൻ സ്ക്വാഡ് പ്രവർത്തനമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് വ്യക്തമാകുന്നു. ഈ ചർച്ചയിൽ ശ്രീ കെ അനിൽകുമാർ CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ എസ് ഡിന്നി BJP എന്നിവർ. ശ്രീ ജിൻഡോ ജോൺ, നവകേരള സർവേ എന്ന പേരിൽ സംസ്ഥാനത്തെ 85 ലക്ഷം വീടുകളിലേക്ക് ആകെ 85,000 ആളുകളെ ഓരോ ഇടങ്ങളിലായി അയക്കാൻ ഒരു ബൃഹത് സർവേ പ്ലാൻ ചെയ്തിരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു. പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് വ്യക്തമായാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും മുന്നണികൾക്കും അവകാശമുണ്ട്. പക്ഷേ പബ്ലിക് എക്സ്ചക്കറിലെ മണി അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഹൈക്കോടതി ദുരുദ്ദേശം അതിൽ കണ്ടതും. ആ ദുരുദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഡിയോ പുറത്തു വന്നതോടുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്, പാർട്ടിയോടൊപ്പം വർഗ ബഹുജന സംഘടനകളുണ്ട്, തൊഴിലാളി സംഘടനകളുടെ ആളുകളുണ്ട്, മറ്റു പലരും ഉണ്ടെങ്കിലും പകുതിയിലേറെ ജനങ്ങൾ ഈ പാർട്ടിയോടൊപ്പം ഇല്ല എന്ന് സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്. അത് ചില യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒത്തുപോകുന്ന നിരീക്ഷണമാണ്. ഇവിടെ ഈ സർക്കാർ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്നു. 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയേണ്ടത് സർക്കാർ നിയോഗിക്കുന്ന 85,000 വോളണ്ടിയർമാർ വീട് കയറിയല്ല, പകരം 85 ലക്ഷം വീട്ടുകാർ തിരിച്ചാണ് പറയേണ്ടത്. ഈ സർക്കാർ ഞങ്ങൾക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ സർക്കാരാണെന്ന് അവർ പറയണമായിരുന്നു. സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രചരണം നടത്തി നിരവധി പ്രചരണ പരിപാടികൾ മുൻപും നടത്തിയിട്ടുള്ള ഈ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നവകേരള സർവേ എന്ന് പേരിട്ടുകൊണ്ട് പാർട്ടിയുടെ സഖാക്കന്മാരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ ചെലവിൽ പ്രചരണം നടത്താൻ ഇറങ്ങിയ പരിപാടിയാണ് പൊളിഞ്ഞത്. ഇത് ഹൈക്കോടതി ഇതിനെതിരെ വിധി പറഞ്ഞപ്പോഴല്ല ഇത് പൊളിയുന്നത്, അതിനു മുമ്പേ ഇത് പൊളിഞ്ഞു. ജനുവരി 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ 31-ാം തീയതി വരെ സർവേ നടത്തിയിട്ട് 85 ലക്ഷം വീടുകളിൽ സർവേ നടത്തിയിട്ട് അതിനുശേഷം ഫോക്കസ് ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ നടത്തി ഫെബ്രുവരി 28-നുള്ളിൽ ഈ സംഗതി പൂർത്തിയാക്കണമെന്നായിരുന്നു ഇവരുടെ നിർദ്ദേശം. ഓൾറെഡി 6 ലക്ഷം പേരെ കാണാൻ 6 ലക്ഷം വീടുകളിൽ എത്താനേ പറ്റിയിട്ടുള്ളൂ. അതായത് ഓൾറെഡി പരാജയപ്പെട്ടു. കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ മാറ്റിവെച്ചിട്ടുള്ള 20 കോടി രൂപ ദൂർത്തടിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയുള്ള പ്രശ്നം LDFന് പ്രചരണം നടത്താം, CPMന് പ്രചരണം നടത്താം, അവർക്ക് തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സർവ്വ പ്രചരണ മാർഗങ്ങളും അവർക്ക് ഉപയോഗിക്കാം. അത് അവരുടെ ചെലവിൽ വേണം. എൻ്റെയും അഭിലാഷിൻ്റെയും ഡിന്നിയുടെയും നമ്മളെ കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടല്ല ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രചരണ പരിപാടി നടത്തേണ്ടത്. ഇതിന് സമാനമായ സാഹചര്യം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നവകേരള സദസ്സ് നടത്തി. അന്ന് ഞങ്ങൾ അതിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ വലിയ ആക്ഷേപമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികൾ സമരം ചെയ്തപ്പോൾ അവരെ തലയടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മേടിച്ചിട്ടുള്ള നിവേദനങ്ങളിൽ എത്ര എണ്ണം സാധിച്ചു കൊടുക്കാൻ പറ്റി, എത്ര പരാതികൾ പരിഹരിക്കാൻ പറ്റി? ഇപ്പോൾ വിവിധ ക്ഷേമനിധികളിൽ പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ കൂലിയിൽ നിന്ന് അങ്ങോട്ടടച്ചിട്ട് അവരുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് തിരിച്ചു കിട്ടേണ്ടതാണ്. ആ ക്ഷേമനിധികൾ 18, 19, 21 മാസമായിട്ട് വിവിധ ക്ഷേമനിധികൾ കുടിശ്ശികയാക്കപ്പെട്ട ഒരു കാലഘട്ടം. അങ്ങനെ നിരവധി പ്രയാസങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഇത് എണ്ണി പറയുന്നത് പറഞ്ഞ് നമ്മുടെ നാവിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഇവർക്കൊരു നാണവും ഉളുപ്പുമില്ല. എന്നിട്ട് ഈ സർക്കാർ നല്ലതാണെന്ന് പറയാൻ വീണ്ടും 85,000 പേരെ റിക്രൂട്ട് ചെയ്തിട്ട് ഇവരത് പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അവിടെയുള്ള പ്രശ്നം എന്താ? സംസ്ഥാന സെക്രട്ടറി CPMന്റെ കേഡറുകൾക്ക് കത്തയച്ചതിന് ശേഷമാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി സെപ്റ്റംബർ 23-ാം തീയതി കത്തയക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 8-ാം തീയതി മന്ത്രിസഭയുടെ തീരുമാനം വരുന്നു. അപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ കത്തിന്റെ പ്രകാരം ഈ സർക്കാരിന് തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ചെലവഴിക്കുന്ന തീരുമാനം മാത്രമാണ് മന്ത്രിസഭ എടുത്തിട്ടുള്ളത്. അതാണ് ഹൈക്കോടതി എടുത്ത് ചവിറ്റുകൊട്ടയിലിട്ടത്. ആ പൈസ ഇവരിൽ നിന്ന് തിരിച്ച് ഈടാക്കണം. ഈ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ആ പണം തിരിച്ച് കേരളത്തിന്റെ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണം. ശരി, അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ശ്രീ കെ അനിൽകുമാർ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചതിനാണ്, ദുരുപയോഗം ചെയ്തതിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ അവരുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യയാക്കിയത്. റായ്ബറേലിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഇലക്ഷൻ്റെ സ്ക്വാഡ് വർക്കിനാണ്
85,000 വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്ത് 20 കോടി പൊതുഖജനാവിൽ നിന്ന് മുടക്കി ഈ ബൃഹത് പ്രവർത്തനം നടത്തിയത് എന്ന് വ്യക്തമാകുമ്പോൾ LDFന് സ്ക്വാഡ് വർക്കൊക്കെ നടത്താൻ പൊതുഖജനാവിലെ പണം വേണോ എന്നൊരു ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഒന്ന്, ഒരു സ്വയം സേവകരുടെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പോർട്ടൽ ഇവിടെ നിലവിലുണ്ട്. ആ പോർട്ടൽ എന്ന് പറയുന്നത് പലവിധ പ്രവർത്തനത്തിന് സഹായകരമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും ആ പോർട്ടലുകൾ ഉപയോഗിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഈ വെള്ളം കയറി കിടക്കുന്ന വീടുകളിൽ ചെളിയെല്ലാം അടിഞ്ഞു കൂടിയിരിക്കുകയാണ്, നമുക്കതെല്ലാം കൊണ്ടൊന്ന് മാറ്റിയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയോട് പത്രലേഖകർ ചോദിച്ചു, അതാരാ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്, നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ. മുഖ്യമന്ത്രിയുടെ വാക്ക് വെറും വാക്കായില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി 2018 പ്രളയകാലത്ത് പരിചയമില്ലാത്ത മനുഷ്യൻ്റെ വീടുകൾ നന്നാക്കി കൊടുക്കുകയും വൃത്തിയാക്കി കൊടുക്കുകയും കിണറുകൾ തേകി കൊടുക്കുകയും ഒരു പകർച്ചവ്യാധിയുമില്ലാത്ത വിധം സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം ആ പ്രവർത്തനത്തിൽ ഇടപെടുകയും ചെയ്ത് കണ്ടില്ലേ. 2019 പ്രളയം, ഇപ്പോൾ വയനാട് ദുരന്തം, അല്ല കോവിഡ് കാലം, അല്ല ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഒരാൾക്ക് കോവിഡ് ബാധിച്ചാൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അനുയായികളായ സന്നദ്ധ പ്രവർത്തകർ, സ്വയം സന്നദ്ധരായി വന്ന എത്രയോ ആളുകൾ ഈ മേഖലകളിലൊക്കെ, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതും തെരഞ്ഞെടുപ്പ് പ്രചാരണവും തമ്മിൽ എന്താ ബന്ധം? അതെ, ആദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷേ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാതൃക ഇന്ത്യയിൽ മറ്റൊരിടത്തില്ല. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നല്ല നിലയ്ക്ക് അവരുടെ ചെറുപ്പക്കാരാകെ ഇതിനിറങ്ങിത്തിരിക്കുന്നു എന്നൊരു ധാരണയൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആക്രി പറിച്ച് വിറ്റ് DYFIക്കാർ 20 കോടിയോ 22 കോടിയോ ഒക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുമ്പ് കൊടുത്തതും ഇപ്പോൾ വയനാടിന് കൊടുത്തതും അതിന് കണക്കില്ലാത്തവരുടെ സന്നദ്ധ പ്രവർത്തനവും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യാനൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചപ്പോൾ നാട്ടിലെ ആളുകളോട് നിങ്ങൾക്ക് വീടുകളിൽ പോയി ഒരു സർവേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്താ തെറ്റ്? അതിൽ ചോദിക്കേണ്ട 3-4 ചോദ്യങ്ങളുണ്ട്. ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നെന്തെങ്കിലും പറഞ്ഞതിൽ കേട്ടോ? LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് അത് കേട്ടോ? അതിലെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, ഇനി എന്തു വേണം? അപ്പോൾ സ്കൂളുകൾ നന്നാക്കിയ സ്ഥലത്ത് പോയിട്ട് സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നന്നാക്കാൻ ബാക്കിയുണ്ടോ ചോദിക്കാൻ പറ്റുമോ? ആദ്യമായി തിരിച്ചറിയേണ്ടത്, ഇത്തരമൊരു സർവേക്ക് ഒരു സർക്കാർ 10 കൊല്ലക്കാലം കഴിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നതിന് അസാമാന്യമായ ആത്മവിശ്വാസം വേണം, ചങ്കൂറ്റം വേണം, തൻ്റെ ഇടം വേണം. അത് കോടതി കണ്ടതുപോലെയല്ല. 10 കൊല്ലം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി 9 കൊല്ലക്കാലത്തിനിടയിൽ 9 പ്രോഗ്രസ് കാർഡുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി 10ാമത്തെ പ്രോഗ്രസ് കാർഡ് റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ 600 വാഗ്ദാനങ്ങൾ 580 എണ്ണം നടപ്പാക്കി. രണ്ടാമത്തെ 900 വാഗ്ദാനങ്ങൾ എത്ര നടപ്പാക്കാൻ ബാക്കി? പ്രോഗ്രസ് കാർഡ് വരാൻ പോകുന്നതും സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്നതും വ്യവസ്ഥാപിതമായി PRD വഴി സർക്കാരിന്റെ വിജയം അനൗൺസ് ചെയ്യുന്നതിനും പരസ്യം കൊടുക്കുന്നതിനും ഒന്നും ആരും ഒരു തടസ്സവും പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ കോടതി കണ്ട ദുരുദ്ദേശം എന്താണ്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ 22-ാം തീയതിയിലെ ഒക്ടോബർ 22-ാം തീയതിയിലെ പ്രസംഗം പുറത്തു വന്നിട്ടുണ്ടല്ലോ. എന്താ അത്? അതിനെ കറക്റ്റ് ചെയ്യാൻ വായിക്കാം. എന്തുകൊണ്ട് തുടർഭരണം വേണം? നമ്മുടെ നാടിന്റെ നേട്ടങ്ങളെ സംരക്ഷിക്കണം, അതിന് തുടർഭരണം ആവശ്യമാണ്, അല്ലെങ്കിൽ പിറകോട്ട് പോകും. 2021 സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ഭാഗമായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനായി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 2031 ആകുമ്പോൾ സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിൽ എത്തുകയാണ്. ഇനിയും മുന്നേറേണ്ടതുണ്ട്. ആ മുന്നേറ്റത്തിന് തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇതുകൂടി പൂന്ന വളണ്ടിയറുടെ മനസ്സിലുണ്ടാവണം. വലിയ ദൗത്യമാണ് വോളണ്ടിയർമാർ ഏറ്റെടുക്കേണ്ടത്. ഈ ധാരണയോടുകൂടി വേണം ജനങ്ങളെ കാണാൻ. പ്രകോപിതരാകാതെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് എന്തുകൊണ്ട് സംസ്ഥാനത്തൊരു തുടർഭരണം വേണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആണല്ലോ. അതിന് ശ്രീ അനിൽകുമാറിനെ പോലെ CPM നേതാക്കളും പ്രവർത്തകരുമൊക്കെ വീട് കയറി ജനങ്ങളെ ബോധിപ്പിക്കുന്നതിൽ തർക്കമൊന്നുമില്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം. പക്ഷെ ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കി പൊതുഖജനാവിൽ നിന്ന് പണം ചെലവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ എങ്ങനെ ഏർപ്പെടാൻ പറ്റും? അതാണ് കോടതിയും ചോദിക്കുന്നത്. അതിൽ ധാർമ്മികതയും നൈതികതയും ഇല്ലല്ലോ. ഇന്ന് നമ്മൾ കോടതിയെ മാറ്റിവെച്ചാലും അനിൽകുമാർ. അതെ, ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മുടെ കേരളമാകുമ്പോൾ നമുക്കൊരു പഴയ ഒരു ഐതിഹ്യം ഓർമ്മയുണ്ടല്ലോ, നാറാണത്ത് പ്രാന്തിൻ്റെ ഐതിഹ്യം. രാവിലെ തൊട്ട് നല്ലൊരു കല്ല്, വലിയ പാറക്കല്ല് ഉരുട്ടി 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 മലയുടെ മുകളിലേക്ക് കയറ്റുന്നു. വൈകുന്നേരം ആകുമ്പോൾ ആ പാറക്കല്ല് പൊട്ടി താഴേക്ക് ഇട്ടിട്ട് അത് തള്ളി താഴേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഇതാണ് നാറാണത്ത് പ്രാന്തനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേട്ടിട്ടുള്ളൊരു ഐതിഹ്യം. 5 വർഷക്കാലം അല്ല 10 വർഷക്കാലം ഈ കേരളത്തിലെ വികസനത്തിൻ്റെ ഭാഗമായി ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് കയറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അത് തട്ടി താഴേക്കിട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നവരായി മലയാളി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബോധം വികസിപ്പിക്കാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട്. എന്താ അവരുടെ ബോധം? കേരളം രക്ഷപ്പെടുന്നില്ല, സർവകലാശാലകൾ തകർന്നു, സ്കൂൾ തകർന്നു, ആശുപത്രികൾ തകർന്നു, കേരളം പോലെ ഗതി കിട്ടാത്തൊരു സ്ഥലമില്ല. അങ്ങനെ പറയുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് 10 കൊല്ലക്കാലം പ്രവർത്തിച്ചൊരു ഗവൺമെൻറ് ജനങ്ങളിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഗവൺമെൻറ് ജനങ്ങളോട് പറയുകയാണ്. എന്താ ഗവൺമെൻറ് ജനങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഈ സ്കൂൾ കണ്ടോ? നിങ്ങൾ ഈ ആശുപത്രി കണ്ടോ? നിങ്ങൾ ദേശീയപാതയും മലയോര പാതയും തീരദേശപാതയും ഇവിടെ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയും കണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ 16 ഓപ്പറേഷൻ തിയേറ്റർ ഒറ്റ ദിവസം ഒരു കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിൽ 2 റോബോട്ടിക് സർജറിയാണ്. നാട്ടുകാരോടൊന്ന് പറയണ്ടേ? അത് പറയുന്ന രാഷ്ട്രീയമാണോ? ആ രാഷ്ട്രീയമാണോ? അതിൽ രാഷ്ട്രീയമുണ്ട്. 62 ലക്ഷം വീട്ടിൽ 2000 വെച്ച് പെൻഷൻ കൊടുക്കണോ? അത് വർദ്ധിപ്പിക്കണമെന്ന് ആളുകൾക്ക് അഭിപ്രായമുണ്ട്, പറഞ്ഞോട്ടെ. ഇതാ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 1000 വെച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ഞക്കാട്, പിങ്ക് കാർഡ്, നിങ്ങൾക്കത് കിട്ടിയോ? കിട്ടിയില്ലേ? അപേക്ഷിക്കണം. അത് പറയുന്നതിൽ എന്താ തെറ്റ്? ഇതാ സർക്കാർ കണക്ട് വർക്ക് എന്ന പേരിൽ ഈ കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടുന്നത് വരെ കൂടെയുണ്ട്. 1000 രൂപയുമായി മാസമായി ഒരു സ്റ്റൈഫൻഡ് പോലെ കിട്ടും. കണക്ട് വർക്ക് പദ്ധതി, വിജ്ഞാന കേരളം പദ്ധതി, നിങ്ങൾക്ക് കൂടെ നിൽക്കുകയാണ് സർക്കാർ എന്ന് അവരോട് പറയുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾ അപേക്ഷിച്ചോ? ഇതല്ലാതെ എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ ആശയങ്ങൾ ചോദിക്കാൻ കുറേ സന്നദ്ധ പ്രവർത്തകർ പോകുന്നു. ഈ 20 കോടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന പൈസയല്ല കേട്ടോ. വണ്ടിക്കൂലി പോലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഒരു വെള്ളി രൂപയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരാകുന്നവർക്ക് പോയി കാര്യങ്ങൾ ചോദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതേ ഉള്ള കാര്യം. ശരി, അത് നിയമവിരുദ്ധമായ ഒരു കാര്യമില്ല. ഒരു സംസ്ഥാന സർക്കാർ അതിന്റെ അധികാരം ഒന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കോടതിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന വന്ദേ ഭാരതം, വന്ദേ മാതരത്തിന്റെ വാർഷികത്തിൽ അത് ജനഗണമനയുടെ മേലെ വരുന്നുണ്ടല്ലോ. ശരി, അത് വേറെ ഡിബേറ്റ് നമുക്ക് അല്ലല്ല, വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ അല്ല അഭിലാഷേ, ഇതൂടെന്ന് കേട്ടെ. ശരി, പറയൂ. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ വന്നപ്പോൾ ജനഗണമനയുടെ മേലെ അത് വരുന്നല്ലോ. ഈ പരാതി കൊടുത്ത BJPയുടെ ഏതെങ്കിലും പ്രതിനിധികൾ, കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധി മോദിക്കെതിരെ പരാതിയായിട്ട് പോവോ? ശരി, ഇല്ല, പോവില്ല. ജനഗണനയുടെ മനയുടെ മേലെ വന്ദേ മാതരം കെട്ടിവെക്കാൻ വന്നാൽ ഒരു പരാതി ഉണ്ടാവില്ല. ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം തകരണം. ഈ കേരളം വികസിച്ചു എന്നാരും പറയാൻ പാടില്ല. ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ്. ശരി, അതൊക്കെ ഒരു പ്രവർത്തകർ വീട്ടിലേക്ക് പോയാൽ ഇലക്ഷന് 10 വർഷമായി ഇലക്ഷൻ കോൺഫിഡൻസിന് കുറവ് വരുത്തുന്നതല്ലോ ഇവിടുത്തെ വിഷയം. പക്ഷേ ദിന്നി, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വർഷമാണ്. സർക്കാരുകൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുക PR എക്സർസൈസിന്, പരസ്യത്തിന്. എല്ലാ സർക്കാരുകളും അങ്ങനെയാണ്. ഈ സർക്കാരിലും അക്കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യത്യസ്തതയൊന്നുമില്ല. ഇവിടെ പക്ഷേ PR ഹെഡിൽ, സ്പെഷ്യൽ PR ഹെഡിൽ 20 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ടൊരു സർവേ. ആ സർവേയെക്കുറിച്ച് സർക്കാർ സാങ്കേതികമായി പറഞ്ഞിരുന്നത് ഇത് സർക്കാർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയാനും അവരുടെ ഫീഡ്ബാക്ക് എടുക്കാനും വേണ്ടിയിട്ടുള്ള സർവേ ആണ് എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല അത് എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം പുറത്തു വരുമ്പോൾ നമുക്കും ബോധ്യപ്പെടുന്നുണ്ട്. സാധാരണ PR-ൽ പെടുത്താമോ ഇത്? നോക്കൂ ശ്രീ അഭിലാഷ്, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഗവൺമെന്റിന്റെ ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനത്തിന് അത് മിറർ അല്ലെങ്കിൽ കണ്ണാടി കാണിക്കുക എന്ന് പറയുന്ന പോലെ അത് കാണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പം നോക്കൂ, ശ്രീ അനിൽകുമാർ തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇപ്പം ഇവിടെ വിഷയം ഒരു ഗവൺമെന്റിന് അവരുടെ ചെയ്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ള, തീർച്ചയായിട്ടും പറയാൻ പറ്റും. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ ഗവൺമെന്റിനെ കുറിച്ച് ചെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നടക്കുന്നത് ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പണം വെച്ച്, അതായത് നമ്മളെല്ലാവരും കൊടുക്കുന്ന പണം വെച്ചിട്ട് ഈ സർക്കാർ അവർ ക്ലെയിം ചെയ്യുന്ന കാര്യം അവരുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് പ്രശ്നം.
അതാണ് പ്രശ്നം. അല്ലാതെ ഒരു ഗവൺമെന്റ് അവരുടെ കാര്യം പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ആ പാർട്ടി മെഷീൻ ഉപയോഗിച്ച് വീടുകളിലേക്ക് ചെല്ലുന്നു, അതാണ് പ്രശ്നം. 2021 കോവിഡ് സമയത്ത് ഒരു കിറ്റുമായിട്ടാണ് അവർ ഓരോ വീടുകളിലും ചെന്നത്. ഇപ്രാവശ്യം അവർ വിചാരിച്ചു ഈ ഒരു ഈ സർവേ എന്നുള്ളത് വെറും പേര് മാത്രമാണ്. ആക്ച്വലി പറഞ്ഞാൽ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഇതൊരു ഫീഡ്ബാക്കിനല്ലായിരുന്നു. അതായത് ആളുകളിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടാനല്ല, സർക്കാർ ചെയ്ത കാര്യങ്ങൾ അവരെ പറഞ്ഞ് ധരിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷെ ഇവിടെ ഹൈക്കോടതി കണ്ട 2-3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്ര നേരം അദ്ദേഹം സംസാരിച്ചത്. അതായത് ഒന്നെന്താണ്, ഭരണഘടനയെ ഒരു വില പോലും കൊടുക്കാതെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്. അതായത് ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, 1 രൂപ പോലും നമുക്ക് സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കോൺസോളേറ്റ് ഫണ്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ അത് ലെജിസ്ലേഷൻ അറിയാതെ അല്ലെങ്കിൽ ലെജിസ്ലേഷന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അത് നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ അവതരിപ്പിച്ചില്ല, ശരി, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റും, സപ്ലിമെന്ററി ഡിമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ റീ അപ്രോപ്രിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിജൻസി ഫണ്ട് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് ഹൈക്കോടതി പറയുന്നത്. എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഒരു ഫണ്ട്, അതും 20 കോടി രൂപ കൊടുക്കുകയാണ്, ഏത് ഫണ്ടിലേക്കാണ്? നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ PR ഫണ്ട് എന്നുള്ള പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ, അതിന്റെ അണ്ടറിലാണ്. സ്പെഷ്യൽ പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ്റെ അണ്ടറായിട്ട് ബഡ്ജറ്റിൽ 4.6 കോടി ഓൾറെഡി കൊടുത്തതിന് മുകളിലാണ് ഇവർ അഡീഷണൽ ആയിട്ട് അസംബ്ലിയിൽ പറയാതെ, അസംബ്ലിയിൽ നിന്നുള്ള പെർമിഷൻ എടുക്കാതെ, ഒരു രീതിയിലുള്ള ചെയ്യാതെ, ക്യാബിനറ്റിന്റെ ഡിസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് ലെറ്റർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് തീരുമാനിക്കും എന്ന് പറയുന്നത്. അത് തന്നെ ഒരു ഇത്രയും ഭരണഘടന എന്ന് പറയുന്നത്, ഭരണഘടനയ്ക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? റൂൾസ് ഓഫ് ബിസിനസ് എന്ത് വിലയാണ് കൊടുക്കുന്നത്? ബഡ്ജറ്റ് മാനുവലിന് എന്ത് വിലയാണ് കൊടുത്തത്? ആ ബഡ്ജറ്റ് മാനുവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ലെജിസ്ലേഷൻ കൊണ്ടു, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അസംബ്ലിയൊക്കെ? ഇവർ തന്നെ എല്ലാം ചെയ്യണമെങ്കിൽ അതിന്റെ കാര്യമില്ലല്ലോ. അതൊന്ന്. രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ ഒരു ടൈമിംഗ് നോക്കുക, കോടതി തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു സർവേ ചെയ്യുന്നത് 2 കോഡ് ഓഫ് കണ്ടക്ടിന് ഇടയ്ക്കാണ്. അതായത് ഇപ്പം നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കഴിഞ്ഞു, ആ സമയത്ത് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരുന്നു, അടുത്തന്നെ അസംബ്ലി ഇലക്ഷൻസ് വരെയാണ്, അതിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് തുടങ്ങും. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലത്തെ ഒരു സർവേ നടത്തുകയാണ്. സർവേ ചെന്ന് 85 lakhs വീടുകളിൽ പോകുന്നു, അവിടെ ചെന്ന് ആളുകളിൽ നിന്ന് ഇതെടുക്കുന്നു, അത് മൊത്തം കൊലേറ്റ് ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നു, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഏതെങ്കിലും സാമാന്യമായിട്ടുള്ള ബോധമുള്ള ആളുകൾ അതിൽ വിശ്വസിക്കും ഇതെല്ലാം ഇത്രയും ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. വെറും ദിവസങ്ങളിൽ വെറും 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കോഡ് ഓഫ് കണ്ടക്ട് വരാൻ പോവുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് അവർ ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ്? കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി മെഷീനറി, പാർട്ടിയുടെ ഗവൺമെന്റിന് വേണ്ടിയുള്ള പറയുന്നത് മുന്നോട്ട് കൊണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ കേരളത്തിന്റെ ഫിസിക്കൽ ഡിസിപ്ലിൻ എത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലാണെന്ന്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ഥിതി മോശമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പൈസ തരാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മളെ ഈ ഒരു സ്ഥിതി, ഇത്രയും ഇങ്ങനത്തെ ഉള്ള അവസ്ഥയിൽ 20 കോടി രൂപ ഒരു സർവേ എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് എങ്ങനെയാണ് പറ്റുക? ഇന്നത്തെ റിപ്പോർട്ട് ശ്രീ അഭിലാഷ്, അതെങ്കിലും നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉപകാരം പറ്റുമെങ്കിൽ അങ്ങനെ പറ്റും. ഇന്നത്തെ ഒരു വാർത്ത ഞാൻ വായിക്കായിരുന്നു, സ്പോർട്സ് ഹോസ്റ്റൽസ് ഉണ്ട്, നമ്മളെ പല സ്പോർട്സ് ഹോസ്റ്റലിൽ 6 മാസമായിട്ട് ആ സ്പോർട്സ് ഹോസ്റ്റലിൽ പൈസ കൊടുത്തിട്ടില്ല. അറിയോ? ആ കുട്ടികളുടെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു. അവിടെ ഫാൻ കറങ്ങുന്ന ലൈറ്റ് ഇല്ല, വെള്ളമില്ല, അവർ കിടക്കുന്നതിനകത്ത് കൊതുകുണ്ട്. അങ്ങനെ അത് നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുട്ടികളാണ് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് എടുത്ത് പോകുന്ന സ്പോർട്സ് കോട്ടയിലൊക്കെ വന്ന കുട്ടികളാണ്. ഒന്ന് ആലോചിക്കുക, അവരുടെ സ്ഥിതി അതാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ധാരാളം ആളുകൾ, ഇപ്പോൾ ആശാ വർക്കറിന്റെ കാര്യങ്ങൾ, ശരി, പല വിഷയങ്ങളുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് 20 കോടി രൂപ ഇതുപോലത്തെ ഒരു സർവേ അത് നടത്തുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പൊ അവിടെ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ തന്നെ ഉള്ള കാര്യങ്ങളുണ്ട്, ധാർമ്മികം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഇലക്ഷന് തൊട്ട് മുമ്പ് നിങ്ങൾ വീണ്ടും ഒരു PR വർക്കിന് വെക്കുക. അത് അവര് PR എന്ന് നമ്മൾ പറയല്ല, അവര് തന്നെ PR പബ്ലിക് റിലേഷൻസ് ഹെഡിൽ സർവേ നടത്തുന്നത്. അതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് വേണമെങ്കിൽ ഇത് പ്ലാനിംഗ് വിഭാഗത്തിൽ ഇടായിരുന്നു, ഇത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഇടായിരുന്നു, അത് അവിടെ ചെയ്തില്ല. അവരത് PR എന്ന് തന്നെ ക്യാമ്പയിൻ ഹെഡിൽ തന്നെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആളുകളെ കളിയാക്കുന്നതാണ്. കേരളത്തിലെ ആളുകളെ വീണ്ടും ഒരു ഏത് രീതിയിൽ ഒരു തുടർ ഭരണത്തിലേക്ക് പോകുന്നതിന് ഒരു മാർഗമായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ സെറ്റ് അസൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഞാൻ അത് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇപ്പം ഈ നമ്മൾ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതായാലും ശരി, മാധ്യമ പ്രവർത്തകർ പറഞ്ഞാലും ശരി, എല്ലാവരും പറഞ്ഞ ഫൈനലി ഹൈക്കോടതിയുടെ ഈ ഒരു ഓർഡർ തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ പിക്ചർ. അതായത് ഒരു രീതിയിലും
ആരെയും ഭയമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, എന്ത് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും, ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആ മുന്നോട്ട് പോകുന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡറിലൂടെ അവർ കാണിച്ചതല്ല ഇവിടെ ഭരണഘടനയാണ് വലുത് എന്നുള്ളത് കാണിക്കുന്നു. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇതില് സാങ്കേതികത്വമാണ് കോടതി മുഖ്യമായും ചൂണ്ടിക്കാണിച്ചത്. റൂൾസ് ഓഫ് ബിസിനസ് പാലിച്ചില്ല, മന്ത്രിസഭാ തീരുമാനം അത് ലെജിസ്ലേച്ചർ അറിയാതെ ബജറ്റിന് പുറത്തുള്ള ധനവിനിയോഗത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് കൊണ്ടാണ് കോടതി അത് റദ്ദാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാനുള്ള ആ ഒരു കാര്യം, അതിനുള്ള അവകാശം അത് കോടതി മാനിക്കുന്നുമുണ്ട്. അത് സത്യത്തിൽ നമ്മുടെ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം കൂടിയാണല്ലോ. എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്വാഭാവികമായിട്ടും എക്സിക്യൂട്ടീവിനുണ്ട് എന്ന ഒരു കാര്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നമില്ലെങ്കിൽ ഇതൊക്കെയാണ് എന്ന നിലയുണ്ടോ? അങ്ങനെ ഇല്ല അഭിലാഷേ. ഇത് ഭരണഘടനാപരമായിട്ട് എക്സിക്യൂട്ടീവിന് തീരുമാനമെടുക്കാൻ നടപ്പാക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കാൻ പറ്റില്ല. അതിലൊരു നൈതികതയുടെ പ്രശ്നമുണ്ട്, ധാർമ്മിക പ്രശ്നമുണ്ട്, നിയമപരമായ പ്രശ്നമുണ്ട്. അഭിലാഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പ്രശ്നങ്ങളുണ്ട്. ആശുപത്രി ഇടിഞ്ഞു വീണ് രോഗികൾ മരിച്ചിട്ടുണ്ട്, കൂട്ടിരിപ്പുകാർ മരിച്ചിട്ടുണ്ട്, മരുന്ന് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടുണ്ട്, സർജറിയുമായി ബന്ധപ്പെട്ട അലംഭാവം സംഭവിച്ചിട്ടുണ്ട്. ഈ ദിവസം പോലും ഒരു ഗർഭസ്ഥ ശിശു, നവജാത ശിശു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. PWDയുമായി ബന്ധപ്പെട്ട് റോട്ടിൽ കുഴിയിൽ വീണ് മരിച്ച ആളുകളൊക്കെ ഉണ്ട്. ഇതിലെല്ലാം ആരോഗ്യ വകുപ്പ്, PWD വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ സർക്കാർ വകുപ്പുകളെല്ലാം നിരന്തരം റിപ്പോർട്ടുകൾ വാങ്ങുന്നുണ്ട്. റിപ്പോർട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം കുറേ മന്ത്രിമാരിരിപ്പുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഇവർ ഇങ്ങനെ വാങ്ങിയിട്ടുള്ള റിപ്പോർട്ടുമേൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചായിട്ട് നമുക്കറിയാമോ? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് ആർക്കും അറിയില്ല. അപ്പോഴാണ് ഇവർ നവകേരള സർവേ എന്നും പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്തോ മാറ്റം വരുത്താൻ പോകുന്നു. ഓക്കെ, അത് ചെയ്തോട്ടെ. ഞാൻ ഒരു കാര്യം, ഇത്തരം ആസൂത്രണപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സർവേകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അത് PRD വകുപ്പല്ലല്ലോ നടത്തേണ്ടത്, അത് ധനകാര്യ വകുപ്പല്ലേ നടത്തേണ്ടത്, അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത് നടത്തേണ്ടത്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി ബജറ്റിന് പുറത്തുള്ള ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിന് ഭരണഘടനാപരമായിട്ടുള്ള ആ പ്രൊസീജിയേഴ്സ് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിഗമനം. കോടതിയുടെ കണ്ടെത്തലാണ്, നിഗമനമല്ല കണ്ടെത്തൽ. ഇനി രണ്ടാമത്തത്, ഈ മന്ത്രിസഭയുടെ തീരുമാനം സർക്കാരിന്റെ തീരുമാനമാണ്, പാർട്ടിക്ക് ഒരു ബന്ധവും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ പ്രചരണമല്ല, മന്ത്രിസഭയുടെ തീരുമാനമാണ്. നാളത്തെ കേരളത്തെ സ്വപ്നം കാണാൻ വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മന്ത്രിസഭാ തീരുമാനം സഭയിൽ വെക്കാതിരുന്നത്? സഭയിലെ നിയമസഭാ സാമാജികരെ വിശ്വാസത്തിലെടുക്കാതിരുന്നത്? അവരോട് എന്തുകൊണ്ടാണ് സംവദിക്കാതിരുന്നത്? അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് ഒക്ടോബർ മാസം 22-ാം തീയതി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഈ സർക്കാരിന്, അതായത് പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം മാത്രമാണ് ലക്ഷ്യം. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും. കാരണം സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി തുടർഭരണം ഉറപ്പിക്കുക എന്നുള്ളതിനപ്പുറം എന്ത് രാഷ്ട്രീയമാണ് ഇക്കാര്യത്തിലുള്ളത്? അദ്ദേഹം പറയേണ്ടത്, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ അനിൽകുമാറെ ഈ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ അടിച്ചു മാറ്റുന്നതിന് തുല്യമായിട്ട് വകമാറ്റി ചെലവഴിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പ്രചരണം നടത്തുന്നത്? നിങ്ങൾക്ക് ഇത്ര വലിയ ആത്മവിശ്വാസമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാരെ കൊണ്ട് ബൂത്ത് കയറി പ്രചരണം നടത്തുകയല്ലേ ചെയ്യണ്ടേ? അങ്ങനെ നിങ്ങൾ പ്രചരണം നടത്തി ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ, നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തോറ്റില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ തോറ്റില്ലേ? ഇപ്പോൾ സ്വന്തം സഖാക്കന്മാർക്ക് പോലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിശ്വാസമില്ലാത്ത കാലത്ത് നിങ്ങൾ പറയുന്ന 9 റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന്. റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ, റിപ്പോർട്ട് അംഗീകരിക്കുന്ന പിണറായി വിജയൻ, റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്താണെന്ന് പറയുന്നത് പിണറായി വിജയൻ. സ്വന്തം സഖാക്കന്മാർക്ക് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ കുറുക്ക് വഴിയൊക്കെ തേടേണ്ടി വരുന്നത്? ഇനി അഭിലാഷ് ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഓക്കി പ്രളയമൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റിയാണെന്ന്. എങ്കിൽ സംസ്ഥാന സെക്രട്ടറി സെപ്റ്റംബർ 23-ാം തീയതി സഖാക്കന്മാർക്ക് അയച്ച കത്തിൽ ഈ നവകേരള കർമ്മസേനയിലേക്ക് പരമാവധി LDF പ്രവർത്തകരെ തള്ളിക്കയറ്റണമെന്ന് പറയേണ്ട ലക്ഷ്യം എന്താ? നേരത്തെ ഉണ്ടായിരുന്ന കർമ്മസേനയെ ഉപയോഗിക്കുന്നെങ്കിൽ അപ്പോൾ LDF പ്രവർത്തകരെ കൃത്യമായിട്ട് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യണമെന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ്. അത് ഇവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണ്. അനിൽകുമാർ പറയുന്നത് അത്തരം ശ്രമത്തിന് വേണ്ടി അത്തരം കാര്യം ശ്രമിച്ചത് മറ്റാരും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുന്നില്ലെന്ന്. സ്വന്തം സഖാക്കന്മാർ പോലും ഇറങ്ങുന്നില്ലെന്ന് അനിൽകുമാർ തിരിച്ചറിയണം. ഇത് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ യുവമോർച്ചക്കാർ, യൂത്ത് ലീഗുകാർ, നാട്ടിലുള്ള മറ്റാരും ഇറങ്ങുന്നില്ല എന്നാണ് നിങ്ങളുടെ ആക്ഷേപം. നിങ്ങളുടെ സഖാക്കന്മാർ ഇറങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ?
അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ 60-70 കൊല്ലമായിട്ടൊക്കെ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റു പോകുന്നത്? നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സാധാരണ സഖാക്കന്മാർക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര പ്രയാസത്തിൽ ഈ കേരളത്തിലെ സാധാരണക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് അസാമാന്യ ധൈര്യമുണ്ട് പിണറായി വിജയൻ എന്ന്. അസാമാന്യ ധൈര്യമുണ്ടെങ്കിൽ ഒളിച്ചു കടുത്തല്ല ചെയ്യണ്ടേ, നേരിട്ട് പറയണം. സ്വന്തം സഖാക്കന്മാരെ സർക്കാർ സംവിധാനത്തിന്റെ മറവറ്റിക്കൊണ്ടല്ല, സ്വന്തം സഖാക്കന്മാരെ ഓരോ ബൂത്തിലേക്കും വിടണം, ഓരോ വീട്ടിലേക്കും വിടണം. ഞങ്ങൾ പിണറായി വിജയന് വേണ്ടിയിട്ട് തുടർഭരണം മേടിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് സഖാക്കന്മാരെ വീട്ടിൽ വിടാൻ എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത്? അപ്പൊ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നവകേരള സദസ്സ് നടത്തിയ പോലെ, കേരളീയം നടത്തിയ പോലെ നവകേരള സർവേയും ഒരു തട്ടിപ്പ് തന്നെയാണ്. അത് പൊതുഖജനാവിൽ നിന്ന് സാധാരണക്കാരുടെ നികുതി പണം എടുത്തുകൊണ്ടാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ അഭിലാഷേ, ഇവിടെ സാധാരണക്കാരോട് കുറെ കാലമായിട്ട് മുണ്ട് മുറുക്കി കൊടുക്കാൻ അവർ പറയുന്നത്. ആ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുന്ന ഇതേ സർക്കാർ തന്നെ 1,10,00,000 രൂപ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ വണ്ടി പ്രേമത്തിന് മാറ്റിവെക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശികയാണ് 1.5 വർഷത്തിലധികമായിട്ട്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായപ്പോൾ ഇപ്പൊ പറയാ കുടിശ്ശിക തീർത്ത് നൽകി, ഇപ്പൊ കുടിശ്ശികയില്ലാന്ന്. കുടിശ്ശിക ആയ കാലഘട്ടമുണ്ട്, ആളുകൾ മരണപ്പെട്ട സാഹചര്യമുണ്ട്, പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്യുന്ന കാലഘട്ടമുണ്ട്, കരാറുകാരുടെ പണം കൊടുക്കാതെ അവരും കുടിശ്ശികയിൽപ്പെട്ട് കിടക്കുകയാണ്. സകല മേഖലയിലും വലിയ ദൂർത്തും കെടുകാര്യസ്ഥയും നടത്തുമ്പോൾ തന്നെ സാധാരണ മനുഷ്യർ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളെ മറയാക്കിക്കൊണ്ട് പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിൽ ഇറങ്ങിയത്. അതാണ് ഹൈക്കോടതി ചെവിക്ക് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതാണ് യുഡിഎഫിന്റെ പൊസിഷൻ. എനിക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷാനിൽകുമാറിന് ഈ ആരോപണങ്ങളിലൊക്കെ മറുപടി പറയാനുള്ള അവസരം തരാം. ഇപ്പോൾ ഇടവേള. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന അറിവാവുന്ന ഒരു പുതിയ കാര്യം, സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം സർക്കാർ ഇക്കാര്യത്തിൽ വളരെ അഡമന്റ് ആണ്, ഒരു കാരണവശാലും പിന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. പക്ഷേ ശ്രീ അനിൽകുമാർ, ഞാൻ ഇതിന്റെ സാങ്കേതികത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഇനിയിപ്പോൾ കോടതി ഇന്നലെയാണല്ലോ സർവേ തടഞ്ഞത്, അതുവരെ എന്ത് നടന്നു? ജനുവരി 1 മുതൽ ജനുവരി 31 വരെയുള്ള ദിവസങ്ങളിൽ 85 ലക്ഷം വീടുകൾ കയറാൻ ലക്ഷ്യമിട്ടിട്ട് 6 ലക്ഷം വീടേ കയറിയിട്ടുള്ളൂ. 85 ലക്ഷം വോളണ്ടിയർമാരെ എൻറോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിന്റെ പകുതി പോലും വോളണ്ടിയർമാരില്ല. ഫെബ്രുവരി മാസത്തിൽ ഫോക്കസ് ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേർന്ന് ഫെബ്രുവരി 28-ാം തീയതി IMGക്ക് റിപ്പോർട്ട് നൽകണം എന്നുള്ളതായിരുന്നു തീരുമാനം. ഇതുവരെ 6 ലക്ഷം വീടേ കയറിയിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞ് അവരുടെയും കൂടി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ, അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നയരൂപീകരണം നടത്താനല്ലേ? അതിന് ഇനിയിപ്പോൾ എവിടെയാ സമയം? ഇലക്ഷൻ വരികയാണ്, ഇലക്ഷൻ വരാൻ പോവാണ്. ഇനിയിപ്പോൾ അടുത്ത സർക്കാരിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതേത് സർക്കാരാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ഈ കാര്യത്തിൽ എന്ത് തെളിയിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടി ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു വയോജന നയം വന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഇപ്പോൾ കേരള സർക്കാർ പുറത്തു കൊണ്ടുവന്നു. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടൊരു നഗര നയം കൊണ്ടുവന്നിരിക്കുന്നു കേരള സർക്കാർ. ഇതൊക്കെ ആരാ നടപ്പാക്കാൻ പോണത്? നടപ്പാക്കാൻ പോകുന്നത് തുടർ വരുന്ന LDF സർക്കാരാണ്. ഞങ്ങൾ വെച്ച ഏതെങ്കിലും ഒരു പദ്ധതിക്ക് മേലെ ഒരു വാക്ക് പറയാൻ ഈ കോൺഗ്രസിന് പറ്റുമോ? BJPക്ക് പണ്ടേ പറ്റത്തില്ല, കോൺഗ്രസിന് പറ്റുമോ? VD സതീശൻ പറയുന്നു വിസ്മയങ്ങൾ വരും, സസ്പെൻസാണ് മൊത്തം. ഞങ്ങൾ നഗരനയം വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ സ്ത്രീപക്ഷ കേരളത്തിൻ്റെ അജണ്ട വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കേരളത്തിനകത്ത് ഡിജിറ്റൽ സർവകലാശാല, ഗ്രവീൻ, അതുപോലെ തന്നെ IT മേഖലയിലെ പുതിയ മുന്നേറ്റം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ടെക്നോ പാർക്ക് പോലും കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയെന്ന് നുണ പറയുന്നൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ട്. മറിച്ച് ആരാണ് കേരളത്തിൽ ഈ ടെക്നോ പാർക്ക് ഉണ്ടാക്കിയത്? അതിൻ്റെ വികസനം എവിടെ വരെ എത്തിനിൽക്കുന്നു? ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ ആരെങ്കിലും ഇറക്കി തിരിച്ചാൽ ഞങ്ങളുടെ കുമിള പൊട്ടും. VD സതീശൻ്റെ കുമിള പൊട്ടും. ആ കുമിള പൊട്ടുമെന്ന് പേടിയിട്ടാണ് കോടതിയിൽ കേസുമായിട്ട് KSUക്കാർ പോയത്. ആ കേസിൽ ഹൈക്കോടതി ഉൾപ്പെടുത്ത വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല. ആ കേസിലൊരു വാചകം എഴുതിയിട്ടുണ്ട് കോടതി. ഈ പരാതിക്കാർക്ക് ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടോ ഇല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലോക്കൽ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിയമപരമായി ഉത്തരം കിട്ടട്ടെ. സർക്കാരിന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ. അത് പറയാം. ഇനി ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ എന്താണ്? അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റിയത്? ശബരിമലയിൽ കൊടിമരം ഉണ്ടാക്കി സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് വേറെ ഉണ്ട്, അത് വന്നിട്ടുണ്ട്, അകത്ത് പോകാൻ പോവാണല്ലോ. അടിച്ചു മാറ്റിയത്? ഞാൻ തലയുയർത്തി നിൽക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? കേരളത്തിലെ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആരാ പണം കൊടുത്തത്?
ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളും ഞങ്ങളുടെ കമ്മിറ്റികളും എത്ര കോടി കൊടുത്തെന്നറിയാവോ? ഇപ്പം ഈ ഏറ്റവും അവസാനം വരുന്ന ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100 കോടി രൂപ CPM കൊടുത്തിട്ടുണ്ട്. CPMന്റെ ഘടകങ്ങൾ, വർഗബഹിന സംഘടനകൾ. ഞങ്ങൾ 100 കോടിയോളം അങ്ങോട്ട് കൊടുത്തത് മാത്രമല്ല, DYFക്കാർ 20 കോടി പിരിച്ചു കൊടുത്തു. ആ ഞങ്ങളെക്കുറിച്ചാണ്. സർക്കാരിൻ്റെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു, പാർട്ടിക്കാർക്ക് വേണ്ടി അടിച്ചു മാറ്റുന്നു. ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിൽ കാശ് പിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കി KPCC. ആ ആപ്പ് വിഴുങ്ങിയിട്ട് അതിപ്പോൾ എവിടെയാണ് കിടക്കണത്? KPCC പ്രസിഡന്റ് തൊണ്ടയിൽ പരമശിവന്റെ ആ നീല കിടക്കണ പോലെ ഒരാപ്പ് KPCC പ്രസിഡന്റ് തൊണ്ടയിൽ കിടപ്പുണ്ട്. പിന്നെ പ്രളയത്തിന് 1000 വീട് ആരുടെ തൊണ്ടല്ല ഇപ്പോൾ ഇരിക്കണത്? വിഴുങ്ങിന്നോ? സഖാക്കൾ വിഴുങ്ങിന്നോ? ഒരു ചർച്ച വന്നിട്ട്, ഒരു അന്തസ്സായ ചർച്ച വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കനപോലും എഴുതി തന്നത് ഇങ്ങോട്ട് വിളമ്പാൻ വന്നാലേ ഞങ്ങളാരും ഇരുന്ന് തരാൻ സൗകര്യപ്പെടുകയല്ല. വിഴുങ്ങിന്നോ? ഞങ്ങൾ കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് കൊടുത്തവരാണ്. പിന്നെ ഞങ്ങളുടെ സഖാക്കൾക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെല്ലാം പൊതിച്ചോറ് കൊടുക്കണതേ. എവിടുന്നാണ്? ഞങ്ങളുടെ ദിവസേന സഖാക്കൾ വീടുകളിൽ പോകുന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ തോക്കും, ജയിക്കും. ബീഹാറിൽ കോൺഗ്രസ് അങ്ങ് ജയിച്ചു, ഹരിയാന ജയിച്ചു, മഹാരാഷ്ട്രത്തിൽ ജയിച്ചു, ഡൽഹി ജയിച്ചു. ഇങ്ങനെ ജയിച്ചു പോയല്ലോ കോൺഗ്രസ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ അഡ്രസ് ഉണ്ടോ? മുസ്ലിം ലീഗിന്റെ മേലെ കയറി ഇരുന്നിട്ട് അതിന്റെ മേലെ അടിക്കുന്ന കോൺഗ്രസ് ജയിച്ച കഥ പറയുകയാണ് ഇവിടെ. ജയിച്ചതിന് ഉത്തരം പറയാം. ആദ്യം ഈ ജയിച്ച കഥ കേട്ടല്ലോ, കോൺഗ്രസ് ജയിച്ച കഥ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തനി വർഗീയത പ്രചരിപ്പിച്ചിട്ട് SIR നടപ്പാക്കുന്ന പിണറായി വിജയനാണെന്ന് കള്ളം പ്രചരിപ്പിച്ചിട്ട് ജയിച്ചിട്ട് വന്ന് ഞങ്ങളുടെ നേരെ മേനി നടിക്കുന്ന ആ മേനിയൊന്നും വേണ്ട കേട്ടാ. അതുകൊണ്ടൊരു ചർച്ച വരുമ്പോൾ ചർച്ചയുടെ ഒരു അന്തസ്സ് പാലിക്കണം. ഞാൻ മിണ്ടായിരിക്കുന്ന ആദ്യത്തെ തവണ. അപ്പം എന്തെല്ലാം ഇങ്ങോട്ട് പറയണത്? ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. നവകേരള സർവേ എന്ന് പറയുന്നത് അഭിമാനത്തോടെ പറയുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതായത് ഈ ജനുവരി 31 സർവേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിൽ 6 ലക്ഷം ഉത്തരം പറയാം. ദയവായി കേൾക്കൂ. അല്ലല്ല അതല്ല, അത് ഫീഡ്ബാക്ക് മുഴുവൻ വന്നിട്ടില്ല. ഞാൻ ഉത്തരം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട ജിൻഡോ പറയുന്നൊരു കാര്യം എന്താണ്? പ്രോഗ്രസ് കാർഡ് വിശദീകരിക്കാനല്ല പോയത്. അത് മനസ്സിലാക്കണം. എന്തിനാ പോയത്? ആ 4 ചോദ്യം ഒന്നെടുത്ത് വായിക്കുക. അഭിലാഷ 4 ചോദ്യം ഒന്നെടുത്ത് വായിക്കുക. എന്താണ് ചോദ്യം? പ്രോഗ്രസ് കാർഡ് വിശദീകരിക്കാനാണ് പോയത്? അല്ല. ഇനി എന്തു വേണം? ഇതല്ല ചോദിക്കാൻ പോയത്. അത് ചോദിക്കാൻ പോകുന്നത് കുഴപ്പമാണോ? അത് പാർട്ടിക്ക് വേണ്ടിയാണോ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണോ? അത് ചോദിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ജനങ്ങളോട് ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കും. അത് എത്രത്തോളമായിരുന്നാലും അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനിടയ്ക്കൊരു കാര്യമുണ്ടല്ലോ, BJPയുടെ ഒരു പ്രതി ഏതാണ്ടൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞൊരു പേര് എന്താ? ആശ. അത് കൊള്ളാം. 1500 രൂപ നമ്മുടെ മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാടിക്കൊണ്ടുവന്നൊരു നേതാവുണ്ടല്ലോ ഇവർക്ക്, ഒരു കേന്ദ്രമന്ത്രി. ആശമാരെടുത്ത് തുള്ളിക്കളിച്ചൊരു മാന്യൻ. നദ്ദെ പോയി കണ്ടിട്ട് 1500 കിട്ടി. NK പ്രേമേന്ദ്രൻ പാർലമെന്റ് ചോദ്യം. പിണറായി വിജയൻ 1500 രൂപ കൊടുത്തു വിട്ടിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ദുഷ്ടൻ ആശമാർക്ക് കൊടുത്തില്ല എന്ന് പ്രചരണം. ആ പരമയോഗ്യന്മാരെല്ലാം കൂടെ വന്നിട്ട് ഇപ്പോഴും ആശയെക്കുറിച്ച് പറയണ കേട്ടു. നരേന്ദ്രമോദി കൊടുത്തോ ആശയ്ക്ക്? ഇന്നത്തെ വാർത്ത എന്താണെന്നറിയാമോ? ആ പാവപ്പെട്ട വിധവകൾക്ക് 200 രൂപ കൊടുക്കുന്ന പണി നിർത്തി. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് 200 കൊടുക്കുന്ന പണി മോദി നിർത്തി. അതെല്ലാം കേരളം കൊടുത്തോളാം, സംസ്ഥാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന്റെ പരമയോഗ്യന്മാർ വന്നിട്ടാണ് സംസ്ഥാനം എന്താ മുണ്ട് മുറുക്കി കൊടുക്കണം. ആര്? ശരി, മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ ആന്റണിയാണ്, പിണറായി വിജയൻ അല്ല. KPക്ക് അഭിലാഷിന്റെ കാണുമല്ലോ. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ അഭിലാഷ് പറഞ്ഞ പിണറായി വിജയനാണോ AK ആന്റണിയാണോ? അത് AK ആന്റണിയാണ്. വളരെ പണ്ട് 2001 ഉണ്ടാക്കിയത് കേന്ദ്രം. അത് തന്നെ അത് ഞങ്ങളുടെ തലയിൽ വെക്കണ്ട. ഇനി അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം. ഈ സന്നദ്ധ പ്രവർത്തകർ വീട്ടിൽ കയറിയ ഉടനെ അത് അപ്ലോഡ് ചെയ്യത്തില്ല. അതാണ് ആദ്യത്തെ കണക്ക്. നമ്മൾ വീടുകളിൽ പോയിട്ട് ബുക്കിൽ ഓരോരുത്തരും രേഖാപരമായിട്ട് എഴുതിയെടുക്കും. ആ എഴുതിയെടുക്കുന്ന ആളുകളെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ്. ആ അപ്ലോഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് സമയമെടുക്കും. അതവർ 200 പേരുടെ ബുക്കിൽ വീട്ടിൽ കയറി ശേഖരിച്ച വിവരങ്ങൾ പിന്നീട് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നതിന് അവരുടേതായ സമയമെടുക്കും. ശരി, അത് സമയമെടുത്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പൾസ്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുകയാണ്. ജനങ്ങൾക്കൊരവസരം കൊടുത്തിരിക്കുകയാണ്. അത് സർക്കാർ ജനങ്ങളെ കേൾക്കാൻ സന്നദ്ധമാണെന്നൊരു അവസരം കേട്ടിരിക്കുകയാണ്.
അതിനെ ദുരുദ്ദേശപരമായി ചിത്രീകരിച്ചിട്ട് ഇതേതാണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ്, ഇലക്ഷന് വേണ്ടിയാണ്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. തുടർഭരണമില്ലെങ്കിൽ ഇന്നത്തെ കേരളം തകരും. തുടർഭരണമില്ലെങ്കിൽ ദേശീയപാത പൂർത്തിയാവുമോ? തുടർഭരണമില്ലെങ്കിൽ കിബി ഉണ്ടോ? തുടർഭരണമില്ലെങ്കിൽ കേരള ബാങ്ക് ഉണ്ടോ? തുടർഭരണമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതി തുടരും എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് അപേക്ഷിക്കുന്നു. തുടർഭരണമില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതി തുടരും. പറയാൻ പറ്റുമോ കോൺഗ്രസിന്? ശരി, എല്ലാം അടിച്ചു പൊളിക്കും. തുരങ്കപ്പാത വയനാട്ടിലേക്ക് കാണത്തില്ല, ശരി, മലയോര പാത കാണത്തില്ല, തീരദേശപാത സമ്മതിക്കത്തില്ല. കോൺഗ്രസ് മത്സരിക്കുന്നത് നിലപാട് അല്ലെങ്കിൽ വാദം. തുടർഭരണം ഇല്ലെങ്കിലോ, പണ്ട് സൈക്കിൾ ബ്രാൻഡ് അഗർബത്തിയുടെ പരസ്യം ഉണ്ടായിരുന്നു, ദൈവമില്ലെങ്കിലോ എന്ന് പറയുന്ന പോലെ തുടർഭരണം ഇല്ലെങ്കിലോ എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ ഡിന്നി, ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളുണ്ട്, താങ്കൾക്ക് അതിൽ അഭിപ്രായം പറയാം. ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി സംസ്ഥാന സർക്കാർ പോവുകയാണ്. അതിനർത്ഥം ഈ സർവേ പൂർത്തീകരിക്കണം, അത് ഗവൺമെന്റിന്റെ അവകാശമാണ്. കാരണം മന്ത്രിസഭയെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വമോ അവകാശമോ ഉണ്ട്. അതിൽ ഇന്റർഫിയർ ചെയ്യാൻ കോടതിക്ക് അവകാശമില്ല. ഇതാണ് സർക്കാരിന്റെ പൊസിഷൻ. അത് സുപ്രീം കോടതി മുൻപാകെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ? നോക്കൂ ശ്രീ അഭിലാഷ്, അങ്ങയുടെ ചോദ്യത്തിനും ഒരൊറ്റ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ശ്രീ അനിൽകുമാർ അദ്ദേഹം പേഴ്സണലായിട്ടുള്ള അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാന്യമായിട്ട് സംസാരിച്ചാലും അദ്ദേഹത്തിന് കുഴപ്പമാണ്, അദ്ദേഹം വേറെ രീതിയിൽ സംസാരിച്ചാലും അദ്ദേഹത്തിന് കുഴപ്പമാണ്. അത് നിരന്തരമായി ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനടുത്ത് വളരെ ഡീസൻ്റുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ എന്നാലും അദ്ദേഹം ശ്രീ സുരേഷ് ഗോപിയും ശ്രീ എൻ കെ പ്രേമചന്ദ്രനും ബാക്കിയുള്ള എല്ലാവരെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ഈ ഒരു വഴി തെറ്റിച്ച് വിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അത് ചെയ്തോട്ടെ, എനിക്കതിനകത്ത് പ്രശ്നമില്ല. അങ്ങയുടെ ചോദ്യം ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ എന്ത് പോകുന്നു, ഇതും ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ശ്രീ അഭിലാഷ്. ഇത് നോക്കൂ, ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു, എല്ലാവർക്കും അറിയാം, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഈ ഒരു വിധി വന്നുകൊണ്ട് ഇനി ഈ ഒരു ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ സുപ്രീം കോടതി പോയാൽ തന്നെ ഈ അടുത്ത ഇലക്ഷന് മുമ്പ് അത് ആ കേസ് പോലും പരിഗണിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് സർവേ ആണ് അവർ നോക്കുന്നത്? അടുത്ത ഗവൺമെന്റ് ആരായിരിക്കും എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? അവർ ഇപ്പൊ ഇത്രയും വലിയ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഞങ്ങൾ സർക്കാർ തന്നെ ആയിരിക്കും വരുന്നതെന്നുള്ള രീതിയിലാണോ അവരുടെ അതാണോ ജനാധിപത്യം? അതായത് അവർ തന്നെയാണോ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആളുകൾ എലക്ട് ചെയ്യാൻ പോകുന്നതെന്ന്? അതിന് എന്തോ കോൺഫിഡൻസ് എന്നാണോ പറയുന്നത്, അതിന് അഹങ്കാരം എന്നാണോ പറയുന്നത്? അപ്പൊ അതിനൊക്കെ ഉത്തരം ആളുകൾ ഇതിനകത്ത് കൊടുത്തോട്ടെ. പക്ഷെ സുപ്രീം കോടതിയിൽ പോകുന്നത് അത് ഒരു കാരണവശാലും നിലനിൽക്കുക എന്ന് ഒരു വലിയ രീതിയിലൊന്നും ഈ നിയമമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതറിയാം. അത് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നുള്ളതും പറഞ്ഞുതരാം. അത് ചെയ്യുന്നത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഇതൊരു തിരിച്ചടി, ഒരു വലിയ തിരിച്ചടി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ തിരിച്ചടിയിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ നോക്കൂ, അവരെത്ര ഭംഗിയായിട്ടാണ് ഇതിന്റെ യഥാർത്ഥ ഇഷ്യൂ ശ്രീ അഭിലാഷ് ഗവൺമെന്റും കോടതിയും തമ്മിലുള്ള ഒരു ക്ലാഷ് അല്ല, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറി ഓവർ റീച്ച് എന്ന് പറയുന്ന പോലത്തെ അതല്ല സംഭവം. ഇതിന്റെ ക്ലിയർ ആണ്. ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ നിങ്ങൾ പോയില്ലെങ്കിൽ അത് ഹൈക്കോടതി അത് ഒബ്സർവ് ചെയ്യും, അതിനെ മാറ്റിവെക്കും. നിങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് ആണ്, ശരിയാണ്, നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളും അതിന്റെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തേ പറ്റൂ. ബിസിനസ് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. അത് ചെയ്യാതെ സ്വന്തം പാർട്ടിക്കാരെ ഉപയോഗിച്ചിട്ട് ഗവൺമെന്റിന്റെ കാര്യം ആളുകളെ എത്തിക്കാൻ വേണ്ടി നടക്കുന്ന ആ രീതി അത് തെറ്റാണ്. അത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇനിയിപ്പോ ഏത് കോടതി പോയാലും, സുപ്രീം കോടതി പോയാലും അവർ ഇത് പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇനി ഇതൊരു എന്താ പറയുക, ഒരു ഐ വാഷാണ്. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇതിന്റെ യഥാർത്ഥ ഇഷ്യൂസ് അവർ ഒന്നും ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ ദുർത്തടിച്ചിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. 20 കോടി രൂപ നിങ്ങൾ ചെലവാക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്തു. പക്ഷെ അതേ സമയത്ത് മറ്റു പലരും വന്നു. നിങ്ങളിപ്പം ആശാ വർക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങ് ആ സ്പോർട്സ് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. അതേപോലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ രീതിയിലേക്ക് ചെയ്യുക. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ പൈസ എവിടെയാണ് വിനിയോഗിക്കേണ്ടത് അവിടെ ചെലവാക്കുക. അല്ലാതെ ഇതുപോലത്തെ ആഗോള അയ്യപ്പ സംഗമം എന്തായി അത് ആർക്ക് വേണ്ടിയായിരുന്നു? ഇപ്പൊ എന്താണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ദേവസ്വം ബോർഡ് പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടുള്ളത്? അതോ കരാറുകാർ പറഞ്ഞിട്ടുള്ള വിശ്വസിക്കേണ്ടത്? ഓഡിറ്റർ പറയുന്നുള്ള വിശ്വസിക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ഇതെല്ലാം എങ്ങും പോയിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലാണ്. ആ സമയത്ത് എന്തായിരുന്നു പറഞ്ഞത് അവർ? ഓഡിറ്റർ നമുക്ക് വിശ്വാസമില്ല. ഇപ്പൊ ഇന്നലെ എന്താണ് പറഞ്ഞത് ദേവസ്വം ബോർഡ്? അല്ല, ഓഡിറ്റർ കുഴപ്പമില്ല, ഞങ്ങളാണ് കൊടുക്കാത്തത്. അപ്പൊ ഇവരൊക്കെ ഇത് മാറ്റാൻ, നിലപാട് മാറ്റാനും ഇതൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മൾക്ക് വലിയ അതിശയമൊന്നുമില്ല. ഫോക്കസ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തില്ല.
നോക്കിയിട്ടില്ല. ഭരണഘടന എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഭരണഘടനയെ ഒന്നും നോക്കിയിട്ടില്ല, നിങ്ങൾ റൂൾസ് ഓഫ് ബിസിനസ് നോക്കിയിട്ടില്ല. നിങ്ങൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് നമ്മളെ കേരളത്തിൽ ഇത്രയും പ്രശ്നമുള്ളപ്പം 20 കോടി രൂപ സർവേ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ ആളുകളെ ഉപയോഗിച്ച് ഓരോ വീട്ടിലേക്ക് ചെല്ലാൻ പോകുന്നു. അത് പരാജയമായി. അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആളുകൾ പോലും അതിനകത്ത് ഇറങ്ങിയിട്ടില്ല. അതാണ് വാസ്തവം. അത് അംഗീകരിക്കുക. അല്ലാതെ സുപ്രീം കോടതി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച കോൺക്ലേവിന്റെ പേര് വിഷൻ 2031 എന്നുള്ളതാണ്. ഫറൂഖ് അബ്ദുള്ളയൊക്കെ പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ 2031 കുറിച്ചുള്ള വിഷൻ. അതൊക്കെ ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന പ്രസംഗത്തിലോ അദ്ദേഹം 2031 കുറിച്ചാണ് പറഞ്ഞത്. 2031 ആകുമ്പോൾ സംസ്ഥാന രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലെത്തും എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലി 75 വർഷം ഇനിയും മുന്നേറേണ്ടതുണ്ട്. അപ്പൊ 2031 ഈ കേരളം എങ്ങനെയാവണം? ഇതാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. 2031 എങ്ങനെയാവണം? അടുത്ത 5 വർഷം എങ്ങനെയാവണം? അത്രയും കോൺഫിഡൻസ് ആണ്. തുടർ ഭരണം എന്നുള്ള കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ആണ്. ഇപ്പോ ഇവിടെ അനിൽകുമാർ മുന്നോട്ട് വെച്ച തുടർ ഭരണമില്ലെങ്കിലോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി? അഭിലാഷ്, ഒരു കാര്യം, ഈ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞത് AK ആന്റണിയാണ് ആദ്യം പറഞ്ഞത്. ശരിയൊക്കെയാണ്. അതിന് മുമ്പത്തെ നയനാർ മന്ത്രിസഭയുടെ സമയത്ത് സകലമാന നികുതിയും കളക്ട് ചെയ്ത് കൊള്ളയടിച്ചിട്ട് പോയതിനു ശേഷം വന്ന് സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്. അതിനുശേഷം ഈ മുണ്ട് മുറുക്കി കൊടുക്കൽ സ്ഥിരമായി പറയുന്ന 2 ആളുകളുണ്ട്. ഒന്ന് തോമസ് ഐസക്കും, 2 KN ബാലഗോപാലുവ. രണ്ടും പിണറായി വിജയന്റെ 1ഉം 2ഉം സർക്കാരിലെ ധനകാര്യമന്ത്രിമാരാ. എത്രയോ വട്ടം അവർ പറഞ്ഞതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കണം. അപ്പൊ അവര് പറഞ്ഞ മുണ്ട് മുറുക്കി കൊടുക്കൽ വേറെ എന്തെങ്കിലും സാധനമാണോ? ഉണ്ടല്ലേ. അപ്പോ AK ആന്റണി പറഞ്ഞ മുണ്ടിനെ കുറിച്ച് മാത്രമേ അനിൽകുമാർ കേട്ടിട്ടുള്ളൂ. ഞാൻ പറയട്ടെ അനിൽകുമാർ, അസ്വസ്ഥമാകല്ലേ. നിങ്ങൾ അസ്വസ്ഥമായി അത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. എന്ത് കഷ്ടം. ഇല്ല പറഞ്ഞോളൂ ജിൻഡോയുടെ അവസരം. എത്ര എണ്ണം വേണമെങ്കിലും പറയാം. ഇനി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളോ ഞാനോ പറയുന്നത് ശരിയെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ, നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എത്ര കളിയാക്കിയാലും നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലേ തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തെളിയിക്കാൻ പറ്റുക? നിങ്ങൾ എന്തായാലും സമ്മതിച്ചു തരില്ല. ഇനി നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അനിൽകുമാർ, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് 6 വർഷക്കാലം സംരക്ഷിച്ചതോ? അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിൻ്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ? അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതോ? ഊരാളുങ്കൽ സൊസൈറ്റിയെ മറയാക്കിക്കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാതെ പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് CPMന്റെ പ്രചരണത്തിന് പണം ആർജിക്കുന്നതോ? പിൻവാതിൽ നിയമനം, ധൂർത്ത്, അഴിമതി, കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഖാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനം, അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. PPE കിറ്റ് പർച്ചേസ് ചെയ്തതിൽ 1000 കോടി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 1200 കോടി, കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച 1650 കോടി രൂപയുടെയൊക്കെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആശുപത്രിയിൽ ഇടിഞ്ഞ് രോഗികൾ മരിക്കുന്നത് അതാണോ? ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നത്, 6 ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരിച്ച വേണുവിന്റെ മരണമൊഴി, ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം, കൈക്ക് പരിക്കേറ്റിയെന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്, കാലിന് പരിക്കേറ്റിയെന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത്, വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു വിട്ടുന്നത്, മരുന്ന് ക്ഷാമം, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? അപ്പോൾ സർക്കാരുകൾ ഭരിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും. പക്ഷേ ഈ കുറവുകളൊന്നും സമ്മതിക്കാതെ അതൊക്കെ സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നേട്ടങ്ങൾ മാത്രം നിങ്ങളുടേതാണ്, നിങ്ങൾ മാത്രമാണ് 1ാം നമ്പർ എന്ന് പറയുന്ന ആ പരിപാടിയുടെ പേരാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിർമ്മാണ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, അതുപോലെ മോട്ടോർ തൊഴിലാളികൾക്കൊക്കെ ക്ഷേമനിധികൾ കൊടുക്കാതായിട്ട് 1.5 വർഷത്തിലധികമായി. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതിലും ബഹുഭൂരിപക്ഷം CPMകാരാ. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിച്ചത്, നവകേരള സർവേയുടെ പേരിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രചരണത്തിന് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ ചെലവഴിച്ചത് നൈതികമായി, ധാർമ്മികമായി, നിയമപരമായി തെറ്റാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് മറുപടിയില്ല. അപ്പൊ താങ്കൾ പറയാ ശബരിമലയിൽ ജയിലിൽ പോകാൻ പോകുന്നവർ, കൊടിമരത്തിന്റെ പേരിൽ ജയിലിൽ പോയവർ ആരാ? ആ പത്മകുമാർ ആരാ? വാസു ആരാ? ഇതൊക്കെ ആരാ അനിൽകുമാറെ? കോൺഗ്രസിന്റെ KPCC മെമ്പർമാരല്ലോ, CPMന്റെ നേതാക്കന്മാരല്ലേ? ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകാൻ പോകുന്നവരുടെ ആ ജാതകം തിരയാൻ പോയാൽ മതി. ഇനി താങ്കൾ പറഞ്ഞു ആ വയനാട്ടിൽ ആപ്പ് ഉണ്ടാക്കിയത് വിഴുങ്ങിയെന്ന്. ആപ്പ് തൊണ്ടയിൽ കുടുങ്ങിയ പോലെയാണ് താങ്കൾ സംസാരിച്ചത്. കാരണം എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം. നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചാരാൻ. നിങ്ങൾക്ക് കിണർകോല് എഴുതി തരുന്ന ആ മറ്റേ ഇതില്ലേ സ്ക്രിപ്റ്റ്, അതാണ് പരാജയപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് പെൻഷൻ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. മൊയ്തീനെ കൊണ്ട് എന്തൊക്കെ കള്ളത്തരം പറയിപ്പിച്ചു, അവസാനം കൈയോടെ പിടിച്ചില്ലേ? അപ്പൊ ഈ പരിപാടി കിണർകോല് തരുന്ന. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സർക്കാർ വയനാട്ടിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഭരണമില്ലാത്ത സംഘടന, പ്രതിപക്ഷത്തെ സംഘടനയല്ലേ, ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട്, ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളൂ, പല തടസ്സങ്ങളും ഉണ്ട്. നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട്
വെച്ചു കൊടുത്തു? 1.5 കൊല്ലമായില്ലേ? ഇനി CPM എത്ര വീട് വെച്ചു കൊടുത്തു? DYFI ഫണ്ട് കൊടുത്തു, സമ്മതിച്ചു. അതുപോലെ ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. CPM എത്ര വീട് വെച്ചു കൊടുത്തു? ഒന്നും ചെയ്യാത്ത CPM എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു. കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ അല്ല, സർക്കാർ കേരളത്തിലെ എല്ലാവരുടേതുമാണ്. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാണ്, CPMകാരല്ല. അപ്പൊ CPMകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, ലീഗുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും. നിങ്ങൾ എത്ര കൊടുത്തു? CPMന് എത്ര വീട് കൊടുക്കാൻ പറ്റി? ഇല്ലല്ലോ. വെറുതെ കുറ്റം പറയും. അഭിലാഷേ, ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഖാക്കന്മാരല്ലേ? വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി പിരിച്ച ബിരിയാണി ചലഞ്ചിൽ ജയിലിൽ പോയത് DYFIയുടെ ആലപ്പുഴയിലെ സഖാക്കന്മാരല്ലേ? അപ്പൊ കുഴപ്പമുണ്ടാക്കുന്നവരും തെമ്മാടിത്തരം ചെയ്യുന്നവരും എല്ലായിടത്തും ഉണ്ടെന്നേ. അത് മാത്രം വിപുലീകരിച്ച് അതിനെ മാത്രം പർവ്വതീകരിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നില്ല. പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു, പ്രതിപക്ഷത്ത് കോൺഗ്രസ്സാ. നിങ്ങൾ എവിടെയുള്ളേ? ബീഹാറിൽ കോൺഗ്രസ് തോറ്റു, ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും. നിങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ എവിടെയുണ്ട് നിങ്ങൾ? 33 കൊല്ലം ഭരിച്ച ബംഗാളിലെ ആളുകൾ ഇവിടെ MP ഗോവിന്ദന് ജയ് വിളിക്കാൻ വരാല്ലേ? ഇനി കേരളത്തിലെ ഈ സഖാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? അവിടെയുള്ള ആളുകൾ, ത്രിപുരയിലെ ആളുകൾ അങ്ങനെ തന്നെ BJP ആയി. ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ ഒരു പദ്ധതിയും തുടർഭരണം നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല. അതെല്ലാം കൈയോടെ പിടിച്ച് ഒക്കത്തിനെ പിടിച്ചകത്തിടും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന്. ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലോ B നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടിരുത്താനാണോ? നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം? നിങ്ങൾക്ക് ഏത് സാധാരണക്കാരന് എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത്? എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? സാധാരണക്കാരൻ കയ്യൊപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്? ശരി. അനിൽകുമാർ മറുപടി. ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, ഇത് തന്നെ ധാരാളം. അല്ല, നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴല്ലേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കള്ളം ഗോവർദ്ധനെ കയറ്റിയത്? നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴല്ലേ സോണിയാഗാന്ധി ഇങ്ങേപ്പുറം കൊണ്ട് കള്ളം പോറ്റിയെ കയറ്റിയത്? അപ്പോൾ ഈ തുടർഭരണം കിട്ടുന്നത്, നിങ്ങൾക്ക് ഭരണം കിട്ടുന്നത് ഈ കാര്യത്തിനായിരിക്കുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ തിരുവനന്തപുരത്തെ സി പത്മനാഭസ്വാമി ക്ഷേത്രം മൂട്ടിക്കുന്നവനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടാക്കാനാണോ നിങ്ങൾ ഈ ഭരണം പിടിക്കാൻ നോക്കണത്? ഒരു ചർച്ച വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കനകോലും ഇട്ടു തരുന്നു വെച്ചിട്ട് ചർച്ചയ്ക്ക് വരരുത്. വസ്തുതാപരമായി ചർച്ചയ്ക്ക് വരണം. അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്നോടൊരു ചോദ്യം, CPM എത്ര വീട് വെച്ച് കൊടുത്തു വയനാട്ടിൽ? CPM പറഞ്ഞെന്താണ്? ഞങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. ഞാൻ ജിദ്ദ ജോണിനോട് പറയുന്നു, KPCC മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കാശ് കൊടുത്തോ? ഇല്ല. ഏതെങ്കിലും DCC കൊടുത്തോ? ഇല്ല. കോൺഗ്രസിൻ്റെ മുഴുവൻ MLA-മാരും കൊടുത്തോ? ഇല്ല. കൊടുക്കരുതെന്ന് K. സുധാകരൻ പറഞ്ഞു. പരമാവധി പണം കൊടുക്കണമെന്ന് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കണമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഞാനടക്കം കൊടുത്തവരാ. ഞാനടക്കം ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്തവരാ. ഞങ്ങളുടെ എല്ലാ പാർട്ടി കമ്മിറ്റിയും വർഗ ബഹുജന സംഘടനയും. ഞാൻ കണക്ക് പറയൊരു 100 കോടി രൂപ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വയനാട്ടിന് കൊടുത്തു. ആ ഞങ്ങളെക്കുറിച്ചാണ് കട്ടവർ മൂട്ടിച്ചവർ എന്ന് 1 വെള്ളി രൂപ കൊടുക്കാത്ത BJPക്കാർ, 4 അണ കൊടുക്കാത്ത കോൺഗ്രസ്. എന്നിട്ട് ആ കോൺഗ്രസ്സുകാർ ആപ്പ് വെച്ച് പിരിച്ചിട്ട് എത്ര രൂപ ആപ്പിൽ കിട്ടി ഇന്നെങ്കിലും പറയാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരിക്കൽ അഭിലാഷാന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ പകുതിയോട് എത്ര രൂപ കിട്ടിയെന്ന് ചോദ്യം ചോദിച്ചിട്ട് 1 കൊല്ലമായി. പിന്നെ അഭിലാഷിൻ്റെ ഒരു ചർച്ചയിലും ആ മാന്യം വരാറില്ല. അഭിലാഷ് ആ കണക്ക് കുത്തിരി പിടിച്ച് ചോദിച്ച കേട്ടില്ലേ? KPCയുടെ ഒരു പകുതിയായിട്ട് ഇവിടെ വരുന്നൊരു മാന്യനോട് നിങ്ങൾ എത്ര രൂപ ജിൻഡോ ജോണിന് പറഞ്ഞിട്ട് പോകാം. ഒരു കണക്ക് വന്നിട്ടില്ല. 1 വെള്ളി രൂപയുടെ കണക്ക് കേരളത്തോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, 1 വെള്ളി രൂപയുടെ വയനാട്ടിലെ ജനങ്ങൾ കാണിച്ച് കോൺഗ്രസ് പിരിച്ച ഒരു ആപ്പിലൂടെ പിരിച്ച 1 വെള്ളി രൂപയുടെ കണക്കും ജനങ്ങളോട് പറയാതെ ആകാശത്തിൽ എഴുതി കൂട്ടി. ആകാശത്തിൽ 300 വീട് എഴുതി കൂട്ടി. ഇത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് CPM വീട് വെച്ചോന്ന് ചോദിക്കുക. ഞങ്ങൾ വീട് വെക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല, അതിനുവേണ്ടി പണം പിരിച്ചിട്ടുമില്ല. ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാർട്ടി പണം കൊടുത്തു. ഞങ്ങളുടെ മെമ്പർമാർ പണം കൊടുത്തു. കോൺഗ്രസ് കൊടുത്തോ? കോൺഗ്രസ് ആപ്പിലേക്കെല്ലാം വാങ്ങിച്ചു. എന്നിട്ടോ മൊത്തം അത് വിഴുങ്ങിയിരിക്കുക. ഇതിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എന്താ പറയുക? അയ്യോ അഴിമതി. അത് കേട്ടു. കനകോല് പറയുന്ന അഴിമതി. ഈ ഹൈക്കോടതി പോയപ്പോൾ AI ക്യാമറയുടെ കാര്യത്തിൽ സതീശന് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? നമ്മുടെ K-ഫോണിൻ്റെ കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക് സതീശനോട് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? മാസപ്പടി കേസിൽ ഈ നമ്മുടെ കുഴൽനാടന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? പിന്നെ അവസാനം ഒരു കേസുണ്ടല്ലോ, സ്പ്ലിങ്കർ. എന്തായിരുന്നു? അയ്യോ എന്താ ഇവിടെ പറഞ്ഞത്? PPE കിറ്റ് 1000 കോടി. എവിടെ നിന്ന് കിട്ടി ഈ കണക്ക്?
കനകോലു എഴുതി വെച്ച കർണാടകത്തിലെ കോൺഗ്രസിന്റെ കാര്യമാണ്, അവിടുത്തെ BJP-യുടെ കാര്യമാണ് 1000 കോടി. ഷെയ്നെ നീ PPE കിറ്റുമായിട്ട് വന്നപ്പോഴേ ഒരു PPE കിറ്റിന് 2000 രൂപയായിരുന്നു. അതാണ് കനകോലുവിൻ്റെ കണക്ക്. അത് കർണാടകത്തിലെ കണക്കാണ്, കേരളത്തിലെ കണക്കല്ല. കേരളത്തിലെ PPE കിറ്റിലും 2000 കോടി. 1000 കോടിയെ ഏത് ഇപ്പോൾ പറയുകയാണ് ഇവിടെ. കനകോലു എഴുതി തരുന്ന ഇങ്ങനെ വിളമ്പാൻ വേണ്ടി ഈ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ ആദ്യം എഴുതി തരുന്ന സാധനം ഒന്ന് വായിച്ചു നോക്ക്. 1000 കോടിയുടെ PPE കിറ്റ് കേരളത്തിൽ ആകെ വാങ്ങിച്ചോ? ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ, അങ്ങ് ഡോക്ടറല്ലേ, ബഹുമാനിക്കുന്നു അങ്ങേ. നിങ്ങൾ ഇങ്ങനെ പറയാൻ നിന്നാലുണ്ടല്ലോ നിങ്ങൾ തന്നെ കെണിയിലാവും. ഇവിടെ നമ്മുടെ പ്രളയ ഫണ്ട് സഖാക്കൾ അടിച്ചു മാറ്റി. എന്ത് കെട്ടുകഥകളാണ് പറയണത്? ഏത് പ്രളയ ഫണ്ടാ? ഓമനക്കുട്ടനോ? 70 രൂപയ്ക്കാ? ഏത് സഖാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്? ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. കേരളത്തിലെ സർക്കാരിൻ്റെ 1 വെള്ളി രൂപ ഏതെങ്കിലും ഒരാൾ അപകരിച്ചാൽ അതവൻ ജയിലിൽ കിടക്കും. ഇതൊന്നും ഒരു സഖാക്കളുടെ തലയിലും കെട്ടിവെക്കണ്ട. ആ ആരോപണങ്ങളും കെട്ടുകഥകളും ഒക്കെ അവിടെ ഇരുന്നച്ചാൽ മതി. ഞങ്ങൾ അതിനൊന്നും തലകുനിക്കാൻ പോകുന്നില്ല. ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഏതാണ്ടൊക്കെ പറഞ്ഞു. വഴിമാറിപ്പോയി. ഞാനൊരു വഴിമാറിപ്പോയില്ല. ആശ എന്നൊരു കാര്യം പറഞ്ഞ ആരാ? ഞാനാണോ അദ്ദേഹമാണോ? ഈ ആശയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ആശയെന്ന് വഴിമാറിപ്പോയത്? നിങ്ങൾ 1500 രൂപ ആശാപ്രവർത്തകർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട നഡ്ഡ BJP-യുടെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ ലോകസഭ ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു ആ കാശ് പിണറായിക്ക് വന്നിട്ടുണ്ട്, പിണറായി വിജയൻ അത് കൊടുക്കുന്നില്ല. ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ അങ്ങയോട് പറഞ്ഞാൽ ഞാൻ വഴിമാറിപ്പോയോ? ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണ്? നിങ്ങൾ അവിടെ ഇവിടെയുള്ള ഓരോ കാര്യം പെറുക്കിയെടുത്തിട്ട് ഒരു കഥയുണ്ടാക്കണ്ട. കേരളത്തിലെ സർക്കാർ ആശുപത്രി നന്നായി എന്ന് വെച്ചാൽ നന്നായില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കുറവാണ്. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോ അവിടെ പ്രവർത്തിക്കുന്ന നഴ്സോ തെറ്റായി പെരുമാറിയാൽ അത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് വെച്ച ആളുകളല്ല, അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ജോലിക്കാരാണ്. അവരുടെ പേരിൽ അച്ചടക്ക നടപടിക്ക് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ചെയ്യും. പിന്നെ ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതുണ്ടാക്കിയത് 72-ലാണ്. UDF ഭരിക്കുമ്പോഴാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കലക്ടർ റിപ്പോർട്ട് എടുത്ത് വായിക്ക്. UDF-ന്റെ ഭരണകാലത്ത് UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട സാധനമാണ് ഇടിഞ്ഞു വീണത്. അതിന്റെ കെടുതി ഞങ്ങളുടെ തലേ വെച്ച് കെട്ടിക്കോ. അവിടെയാണ് 283 കോടി രൂപയുടെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് മുഖ്യമന്ത്രി പോയത്. ശരി തെരഞ്ഞെടുപ്പാണ്. 111 സ്കൂളാണ് ബഹുമാനപ്പെട്ട ഒറ്റവാക്ക് അഭിലാഷേ, 111 സ്കൂളുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തത്. ലോക ചരിത്രത്തിൽ 111 സ്കൂളുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ലാതെ ഒരു പേര് പറയാമോ കോൺഗ്രസിന്? എവിടെങ്കിലും ഇലക്ഷനാണ്, രണ്ടും പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അഹങ്കാരം കൊണ്ടല്ല, വിനയം കൊണ്ടാണ്. ഞാൻ എന്തായാലും ഇതില് രണ്ടുപേർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കി തരിക എന്നുള്ളത് മാത്രമല്ലേ പറ്റുള്ളൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ച. അതിന്റെ അവസാനത്തെ 2 മിനിറ്റിലാണ് ജിൻഡോ ജോണിന് മറുപടി പറയാനുണ്ടാവും. LDF-ന്റെ നല്ല കാര്യങ്ങളും UDF-ന്റെ മോശം കാര്യങ്ങളും വിവരിച്ച് ശ്രീ അനിൽകുമാർ നടത്തിയിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി അഭിലാഷേ, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. LDF-ന്റെ നല്ല കാര്യം തീർച്ചയായിട്ടും 2 മിനിറ്റിൽ തീർക്കും. LDF-ന്റെ നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ കേരളയിൽ മഞ്ഞക്കുറ്റിയിട്ട് 120 കോടി ചെലവാക്കി, എന്ത് ഗുണം സാധാരണക്കാർക്ക് ഉണ്ടായി? ഈ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് 200 കോടി രൂപ ചെലവഴിച്ച് 14 ജില്ലയിൽ ആഘോഷം നടത്തി. സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. ആ ക്ഷേമനിധിയോ ക്ഷേമ പെൻഷനോ ഒക്കെ കൊടുക്കാമായിരുന്നു. അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഇനി നിങ്ങൾ പറഞ്ഞു ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്കെതിരായിട്ട് വന്ന വിധികളൊക്കെ ഉമ്മയാണോ എന്ന്. നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് എന്താ, ഉമ്മയാണോ? അതെന്ത് തരം ഉമ്മയായിരുന്നു? നിങ്ങളുടെ ഈ നവകേരള സർവേ എടുത്ത് പള്ളേ കളഞ്ഞ ആ വിധി ഉമ്മയാണ് അനിൽകുമാറെ. അനിൽകുമാറിന് ഈ ഉമ്മ വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ലേ പറയാനുള്ളൂ എല്ലാ ചർച്ചയിലും. അത് എന്ത് തരം ഉമ്മയായിരുന്നു എന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ നന്നായിരുന്നു. പിന്നെ PPE കിറ്റും മാസ്കും പർച്ചേസ് ചെയ്തതിൽ 300% വില കയറ്റി വെച്ച് 15,000 ഓർഡർ സ്വീകരിച്ച് 1000 കോടി രൂപയുടെ അഴിമതി നടന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ പറഞ്ഞത് എനക്കറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയുള്ളൂ എന്നാണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. പ്രളയ ഫണ്ട് തട്ടിയെടുത്ത കേസിൽ ആരോപണ വിധേയനായപ്പോഴാണ് കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലെ സിയാദ് എന്ന് പറഞ്ഞ സഹകാരി അവിടുത്തെ ബോർഡ് മെമ്പർ ആത്മഹത്യ ചെയ്തത്. അതിനെക്കുറിച്ച് അനിൽകുമാർ അന്വേഷിച്ചാൽ മതി. ബിരിയാണി ചലഞ്ച് നടത്തിയതിന്റെ പേരിൽ, വയനാട് ദുരിതാശ്വാസത്തിന്റെ ബിരിയാണി ചലഞ്ച് നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ, കൊള്ളയടിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായത് DYFIയുടെ ആലപ്പുഴയിലെ സഖാബ. തെളിവെല്ലാം ഉണ്ട്. പിന്നെ സോണിയാഗാന്ധി നിങ്ങൾ ഗോവർദ്ധനെ കണ്ടു എന്ന് പറയുന്നു. ഇവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണോ? സോണിയാഗാന്ധിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്? അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി സോണിയാഗാന്ധി ആയിരുന്നോ? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. അനിൽകുമാറിന്റെ പാർട്ടിയിലെ പത്മകുമാർ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്? മറുപടി ഉണ്ടോ? ഇനി ഇടിഞ്ഞു വീണ ആശുപത്രി
ഇടിഞ്ഞു വീണ ആശുപത്രിയെ കുറിച്ചിട്ട് 73 പണിത ആശുപത്രി നിങ്ങളുടെ കാലത്ത് ഇടിഞ്ഞു വീണെന്ന് അത് പൊളിച്ചു മാറ്റാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റാൻ 100 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിട്ട് പൊളിക്കാതിരുന്ന PWD വകുപ്പിന്റെ മന്ത്രി ആരാന്നറിയോ? മുഹമ്മദ് റിയാസ. ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനകത്ത് ഒരു വീട്ടമ്മ മരിക്കുമ്പോൾ മുന്നിൽ നിന്ന് പത്രക്കാരോട് വിളംബരം നടത്തിക്കൊണ്ടിരുന്ന ആരാന്നറിയോ? വീണ ജോർജ. അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്ത കുറവാണ്. നിങ്ങളുടെ PR തള്ളലിൽപ്പെട്ടാണ് ആ സ്ത്രീ അതിനകത്ത് മരിച്ചത്. ഒന്ന് JCBക്ക് ഇടിഞ്ഞു വീണ കെട്ടിടം മാറ്റിയിരുന്നെങ്കിൽ ബിന്ദു എന്ന് പേരുള്ള വീട്ടമ്മ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. ഇനി 111 സ്കൂൾ തുറന്നതിനെ കുറിച്ച് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ 3 സ്കൂൾ പൂട്ടി കഴിഞ്ഞ കൊല്ലം. അതിൽ 2 ധർമ്മടം മണ്ഡലത്തിലാണ്. 250 സ്കൂൾ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ 1000 ബാറിലേക്ക് എത്തിയപ്പോ 250 സ്കൂളുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ സ്കൂളുകൾ പൂട്ടുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം. പക്ഷേ കണ്ണൂർ ജില്ലയിൽ ധർമ്മടത്ത് പൂട്ടിപ്പോയ സ്കൂളിന്റെ തെളിവ് ഞാൻ ഹാജരാക്കാം. അനിൽകുമാർ ദേശാഭിമാനി അല്ലാത്ത പത്രം കൂടി ഒന്ന് വായിക്കുന്നില്ല. ദേശാഭിമാനി അല്ലാത്ത പത്രം ഒന്ന് വായിക്കുന്നതാണ്. സ്കൂൾ പൂട്ടിയിട്ടില്ല. കഷ്ടം നിങ്ങളുടെ ഭരണത്തിന്റെ പേര് പറ അഭിലാഷേ. ആ പൂട്ടിയ സ്കൂളിന്റെ പേര് പറ അഭിലാഷേ. സ്കൂളിന്റെ പേര് പറ. പൂട്ടിയ സ്കൂളിന്റെ പേര് പറ. കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് പറഞ്ഞു. കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് അറിയാം. കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് പറയൂ. കർണാടകത്തിലെ സ്കൂളിന്റെ പേര് പറയാൻ അനിൽകുമാർ ഒന്ന് പറഞ്ഞു. കർണാടകത്തിൽ ഏത് സ്കൂളിന്റെ പേര് പറ. അനിൽകുമാറിന് എങ്ങനെയാണ് അനിൽകുമാർ കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് താങ്കൾ പറയൂ. കർണാടകത്തിലെ ഒരു സ്കൂളിന്റെ പേര് പറയൂ. അത് നിങ്ങൾ കിണർ കോലൂരിനോട് പോയി പറയൂ. ആ കിണർ കോലൂരിനോട് പോയി പറയൂ. കർണാടകയിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് കിണർ കോലൂരിനോട് ചോദിക്കൂ. വാട്സാപ്പിൽ സന്ദേശം അയക്കൂ. ചോദിക്കൂ. കർണാടകയിൽ പൂട്ടിയ ഒരു സ്കൂളിന്റെ കർണാടകയിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളാ പൂട്ടിയത്? കർണാടകയിൽ ഏത് സ്കൂളാ പൂട്ടിയത്? ആ കിണർ കോലൂരിനൊന്ന് വിളിക്കൂ. കിണർ കോലൂർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന് പറയാൻ പറയും മറുപടി. ആദ്യം ഒരു കാര്യം പറയാം. ധർമ്മടം മണ്ഡലത്തിൽ 2 സ്കൂൾ പൂട്ടി ഇവിടെ ആദ്യമല്ല അവസാനമായിട്ട് പറഞ്ഞു. ചർച്ച ചെയ്യാൻ പറയൂ. ഇതാണ് എന്റെ ചോദ്യം. ശരി, എന്തായാലും നമുക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞു. ആ ധർമ്മടത്ത് പൂട്ടിയ സ്കൂളിന്റെ പേര് VD സതീശൻ മെമ്മോറിയൽ. കർണാടകത്തിൽ പൂട്ടിപ്പോയ സ്കൂളുകളുടെ പേര് താങ്കൾക്ക് കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് VD സതീശൻ മെമ്മോറിയൽ ആണോ? ആ സ്കൂൾ പൂട്ടും. ശരി. അപ്പോ ധർമ്മടത്ത് പൂട്ടിയ സ്കൂൾ ഏതാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് പിന്നെ ഒരു ദിവസം കണ്ടെത്താം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ ബ്രാൻഡ് അവസാനിച്ചു. നമസ്കാരം.